പിടിച്ചവളമ്മ മറിയം, എന്നമ്മ മറിയം. കുരിശോളം മൗന സാന്നിധ്യമാ സുതനോടൊപ്പം ചേർന്നു നടന്നവളമ്മ മറിയം, എന്നമ്മ മറിയം. ഉള്ളൊരുകുമ്പോൾ എന്നെ ചേർത്തു പിടിച്ചവളമ്മ മറിയം, എന്നമ്മ മറിയം. കുരിശോളം മൗന സാന്നിധ്യമായി സുതനോടൊപ്പം ചേർന്നു നടന്നവളമ്മ മറിയം, എന്നമ്മ മറിയം. സ്വസ്തി നന്മ നിറഞ്ഞവളെ, കർത്താവ് നിന്നോട് കൂടെ, അനുഗ്രഹീത നിന്നുദര ഫലമാമീശോ അനുഗ്രഹീതൻ. സ്വസ്തി നന്മ നിറഞ്ഞവളെ, കർത്താവ് നിന്നോട് കൂടെ, അനുഗ്രഹീത നിന്നുദര ഫലമാമീശോ അനുഗ്രഹീതൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 26ാമത്തെ ദിവസം. 33 ദിവസം നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് വലിയ ദൈവാശ്രയത്വത്തോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് എനിക്ക് ചില ഫീഡ്ബാക്കുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതിൽ ചിലരൊക്കെ പറയുന്നുണ്ട്, അച്ചോ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്, ചില അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആളുകൾ പറയുമ്പോൾ എനിക്ക് പൊതുവായിട്ട് പറഞ്ഞു തരാനുള്ളത്, പ്രിയമുള്ളവരെ, അത്തരം അനുഗ്രഹങ്ങളെ, അത്ഭുതങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥന ചൊല്ലി അതിൻ്റെ മെച്ചം കൊണ്ട് നമുക്ക് അനുഗ്രഹം കിട്ടി അരുത്, അങ്ങനെ വിചാരിക്കരുത്. അത് വീണ്ടും നമ്മൾ തെറ്റായ ട്രാക്കിലേക്ക് പോവുകയാണ്. നമ്മൾ ഒരു സ്പിരിച്വൽ ജേർണിയിലാണ്, ഒരു കൃത്യമായിട്ടൊരു യാത്ര
നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അപജയങ്ങളെയൊക്കെ അല്പം മാറ്റി മാറ്റി പഴുതുകൾ അടച്ച് നമ്മൾ നടക്കുമ്പോൾ വീണ്ടും അതേ ചിന്തയിലോട്ട് പോകരുത്. അപ്പം നമ്മൾ ചോദിക്കുക, പക്ഷേ അത്ഭുതങ്ങൾ നടക്കത്തില്ലേ? അപ്പോൾ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് വചനം കേട്ട് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കത്തില്ലേ? രോഗങ്ങൾ മാറില്ലേ? തടസ്സങ്ങൾ മാറിപ്പോകില്ലേ അച്ചോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇങ്ങനെ മനസ്സിലാക്കുക: നമ്മൾ വെളിച്ചത്തിലേക്ക് മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അന്ധകാരം മാഞ്ഞു പോകും. കർത്താവിങ്കലേക്ക് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ ചില ഇരുട്ടുകൾ മാഞ്ഞു പോകും. അപ്പോൾ അതിനെ അങ്ങനെ മനസ്സിലാക്കണം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില ബന്ധനങ്ങൾ മാറും, തടസ്സങ്ങൾ മാറും, രോഗങ്ങൾ സുഖപ്പെടുന്ന അനുഭവം ഉണ്ടാകും. അതൊക്കെ എന്താ? കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക്, കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് അവനോട് ചേർന്ന് ഞാൻ നിൽക്കുന്നു എന്നതാണ്. ഇനിയിപ്പോൾ ചിലർ ചോദിക്കും, അശോ അപ്പോൾ എനിക്ക് ഇതുവരെയായിട്ടും 26 ദിവസമായി, ഇതുവരെയായിട്ടും പ്രത്യേകിച്ച് അങ്ങനെ വലിയ അനക്കമൊന്നും വന്നിട്ടില്ല, ഒരു ഉത്തരവൊന്നും കിട്ടുന്നതിൻ്റെ ലക്ഷണമൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം കർത്താവിലേക്ക് കൂടുതൽ അടുക്കുക. വിശുദ്ധീകരണം അതായിരിക്കണം. വിശുദ്ധീകരണം ലക്ഷ്യമാക്കി വെച്ചിട്ട്, ഒന്നാം ദിവസം തൊട്ട് നമ്മൾ പറയുന്ന വിശുദ്ധീകരണം ലക്ഷ്യമാക്കി വെച്ചിട്ട് അത് നടക്കുന്നില്ലല്ലോ, ഇത് നടക്കുന്നില്ലോ എന്ന് പറയരുത്. അപ്പം അതിൻ്റെ ലക്ഷ്യം അതായിരുന്നോ? വിശുദ്ധീകരണം ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ചപ്പോഴും ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ? അരുത്. അപ്പം നമ്മൾ വീണ്ടും സ്വാർത്ഥതയിലോട്ട് പോവുക. അങ്ങനെ വരരുത്. കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ ചിലപ്പോൾ ഇത്തരം അനുഗ്രഹങ്ങൾ സ്വാഭാവികമെന്നതുപോലെ സംഭവിക്കും. അല്ലെങ്കിൽ വേറൊരു ഉപരിയായ അനുഗ്രഹം കിട്ടും. എന്നറിയാമോ? ഈ വീശിയടിക്കുന്ന സഹനക്കാറ്റിൽ വീഴാതെ നിൽക്കാൻ കർത്താവ് ബലം നൽകും. അങ്ങനെ കുറേ പേർക്ക് അനുഭവം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇത്രയും കാലം അച്ചോ ഞങ്ങളങ്ങ് വാടിപ്പോവുമായിരുന്നു. ഓരോ സഹനം വരുമ്പോഴും ഇപ്പോൾ ദേ ഒരു കരുത്ത് കിട്ടുന്നുണ്ട്, ഒരു പ്രതീക്ഷ കിട്ടുന്നുണ്ട്. ഇതിനെ അതിജീവിക്കാൻ കർത്താവ് തരുന്നതാണ്. എല്ലാ സഹനങ്ങളും എടുത്തു മാറ്റപ്പെടാനുള്ള സഹനങ്ങളല്ല. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇത്തരം എല്ലാ സഹനങ്ങളും എടുത്തു മാറ്റപ്പെടേണ്ട സഹനങ്ങളല്ല. എല്ലാ സഹനങ്ങളും എടുത്തു മാറ്റപ്പെടേണ്ട സഹനങ്ങളായിരുന്നുവെങ്കിൽ പിതാവ് ആദ്യം എടുത്തു മാറ്റുമായിരുന്നത് പുത്രൻ്റെ സഹനത്തെയായിരുന്നു. പിതാവ് ആദ്യം ഉത്തരം നൽകുമായിരുന്നത് ഗത്സമനിയിലെ പ്രാർത്ഥനയ്ക്കായിരുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണേ. അതുകൊണ്ട് നമുക്കും ആ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. എല്ലാ സഹനങ്ങളും എടുത്തു മാറ്റപ്പെടേണ്ടതല്ല. അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ? ഇനിയുള്ള കാലത്ത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലത്ത് പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സഹനം എടുത്തു മാറ്റപ്പെടേണ്ട സഹനമാണെങ്കിൽ നീ എടുത്തു മാറ്റേണ്ടാത്ത സഹനം, അതായത് ഉപരി മഹത്വത്തിന് വേണ്ടിയിട്ടുള്ള സഹനമാണെങ്കിൽ ഈ സഹനത്തെ അതിജീവിക്കാൻ, ഈ കാലം കടന്നു പോകാൻ എനിക്ക് നീ ബലം തായോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ജീവിതം എന്ത് രസമായിരിക്കും എന്നറിയാമോ? എന്ത് ഭാരം കുറഞ്ഞ അനുഭവമായിരിക്കും എന്നറിയാമോ? ഇതിപ്പോൾ നമുക്ക് ക്രിസ്ത്യാനിക്ക് വന്ന് ഒരു സഹനവും പറ്റൂല. ഒരു സഹനവും നമുക്ക് സഹിക്കാൻ പറ്റില്ല. കുരിശേറിയവൻ്റെ അനുയായികൾക്ക് സഹനത്തെ ഭയമാണെന്ന് പറയുന്നിടത്തോളം നാണക്കേട് വേറെയില്ലെന്ന് ഓർക്കണേ. കുരിശേറിയവൻ്റെ അനുയായികൾ സഹനത്തെ ഭയപ്പെടരുത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പായുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതാണ് യഥാർത്ഥ ക്രിസ്ത്യൻ വേ ഓഫ് ലീവിങ് എന്ന് മനസ്സിലാക്കുക. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചു വരികയാണ്. ഇപ്പം നമ്മളിനി 8ാമത്തെ ഫലത്തിലേക്ക് എത്തുകയാണ്. വിശുദ്ധീകരണം ലക്ഷ്യം വെച്ചാണ് നമ്മൾ ഓരോ ഫലവും ഈ ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തത് 8ാമത്തത്, അത് സൗമ്യത, ജെൻറ്റിൽനെസ്. സൗമ്യത, സ്നേഹം, ആനന്ദം. ഇത് ഓരോ എപ്പിസോഡിലും അച്ഛാ എന്തിനാ ഇത് പിന്നെയും പറയുന്നത്? ഇരിക്കട്ടെന്ന്. ഇനി ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇതങ്ങ് പഠിച്ചു പോകുന്നത് നല്ലതല്ലേ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ ഇന്നലെ ചിന്തിച്ചു. വിശ്വസ്തത. ഇനിയിപ്പോൾ ഇന്ന് സൗമ്യത, ജെൻറ്റിൽനെസ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിരാണ്. സൗമ്യത. നമുക്ക് എന്ത് സന്തോഷമെന്നറിയാമോ? ഈ സൗമ്യരായ മനുഷ്യരെ കാണുമ്പോൾ, ഒരു സമാധാനമുള്ള മനുഷ്യരെ കാണുമ്പോൾ. സൗമ്യത നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സൗമ്യത. എന്താണ് സൗമ്യത? നമുക്ക് 2-3 തട്ടായിട്ട് ഇതിനെ പഠിക്കാം. ഒന്ന്, എന്താണ് സൗമ്യത? ഈ സൗമ്യത ശീലിക്കാൻ ശ്രദ്ധിക്കേണ്ട ചിന്ത എന്താണ്? അത് രണ്ടും അത്യാവശ്യം പഠിക്കാം. ഒന്ന്,
എന്താണ് സൗമ്യത? എന്താണ് സൗമ്യത എന്ന് വെച്ചാൽ, സൗമ്യത ബലഹീനതയല്ല. എന്തല്ല എന്ന് പറഞ്ഞു വേണ്ടേ ആദ്യം പഠിക്കാൻ. സൗമ്യത ബലഹീനതയല്ല, മറിച്ച് അത് കരുത്താണ്. അത് കരുത്താണ് എന്ന് വെച്ചാൽ, പൊട്ടിത്തെറിക്കാൻ എനിക്ക് പറ്റുന്ന സാഹചര്യത്തിൽ, അതിന് എനിക്ക് കഴിവുള്ളപ്പോഴും പൊട്ടിത്തെറിക്കാതെ സൗമ്യമായി ശാന്തമായി കാര്യങ്ങളെ നേരിടാനുള്ള കഴിവാണത്. നമ്മളെന്താ വിചാരിച്ചിരിക്കുന്നത്? ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നതാണ് നമ്മുടെ കഴിവെന്നോ? അല്ല, അത് നമ്മുടെ കഴിവുകേടാണ്. എന്നെ കേൾക്കുന്ന കുടുംബനാഥ, അപ്പ, ദേ നിന്റെ വീട്ടിൽ നിന്റെ കൊച്ച് ഒരു മണ്ടത്തരം കാണിച്ചു. അപ്പോൾ അങ്ങനെ കാണിച്ചിട്ട് നിൽക്കുമ്പോൾ ആ വീട് മുഴുവൻ കുലുങ്ങുന്ന പരുവത്തിൽ ഗർജിക്കാൻ അതാർക്കും പറ്റും. പക്ഷേ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും സൗമ്യതയോടെ നിൽക്കാൻ, അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണ്ടത് എന്നോർക്കുക. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണ്ടത്. അപ്പോൾ സൗമ്യത എന്തല്ല എന്ന് ഞാൻ പറയുകയായിരുന്നു. സൗമ്യത ബലഹീനതയല്ല. ഇപ്പോൾ ചില മനുഷ്യരെ കാണും, അത്ഭുതമാണ്. അത്തരം മനുഷ്യർ അത്ഭുതമാണ്. എന്നുവെച്ചാൽ ഔട്ട് ഓഫ് കൺട്രോൾ കാര്യങ്ങൾ പോകുന്ന നേരം, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടെ അത്തരം മനുഷ്യരെയൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. ഔട്ട് ഓഫ് കൺട്രോൾ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവുക. കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുമ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മൾ ഓർക്കുന്ന യുവമാർക്കൊന്നും ഏൽക്കുന്നില്ലേ? ഇത് ഏക്കാഞ്ഞിട്ടല്ല, ഇത് സൗമ്യതയുണ്ട്, ദൈവകൃപയുണ്ട്, സൗമ്യതയുള്ളതിൻ്റെ അടയാളമാണ്. അപ്പോൾ ഒന്ന്, സൗമ്യത എന്ന് വെച്ചാൽ ഒരാളുടെ ബലഹീനതയല്ല. അതായത് ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകേണ്ട സാഹചര്യത്തിലും ഒരാൾ സൗമ്യനായി നിൽക്കുന്നത് അയാളുടെ കരുത്താണെന്ന് തിരിച്ചറിയണം. രണ്ട്, ഈ സൗമ്യത ഒന്ന് ശീലിക്കാൻ എന്ത് നിലപാടാണ് ഞാൻ എടുക്കേണ്ടത്? ഇത് പ്രത്യേകം ശ്രദ്ധിച്ചേ. ഈ സൗമ്യത എന്തല്ല എന്ന് പറഞ്ഞു, അത് ബലഹീനതയല്ല. ഇനി സൗമ്യത ഒന്ന് ശീലിക്കാൻ നമ്മൾ എന്ത് നിലപാടെടുക്കേണ്ടത്? മറ്റുള്ളവരെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ല എന്നെപ്പോഴും ചിന്തിക്കണം. മറ്റുള്ളവരെക്കാൾ ഞാൻ ഒരു വിധത്തിലും ശ്രേഷ്ഠനല്ല എന്നങ്ങ് ചിന്തിച്ചുറപ്പിച്ചു വെക്കണം. എപ്പോഴാണ് നമ്മൾ ഈ ദേഷ്യപ്പെടുകയും ഗർജിക്കുകയും ശാന്തത കൈവിടുകയും ചെയ്യുന്നത്? നമ്മുടെ മുമ്പിൽ ഒരാളൊരു കാര്യം ചെയ്യുന്നു, അവൻ ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. കാരണം എന്താ? ഞാൻ കരുതുന്നു അവനേക്കാൾ ശ്രേഷ്ഠനാണ് ഞാൻ. ഒരു വിധത്തിലും അവരെക്കാൾ ശ്രേഷ്ഠനല്ല ഞാൻ എന്ന് വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് നമ്മളങ്ങ് ധരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സൗമ്യത കൈവിടിഞ്ഞ് ആക്രോശിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ തുല്യരാണെന്നേ, നമ്മളൊക്കെ തുല്യരാ. പ്രായ വ്യത്യാസമന്യേ, സമ്പന്നെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമന്യേ നമ്മളൊക്കെ തുല്യരാണ്. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ കാണാൻ പഠിക്കുന്നിടത്ത് നമുക്ക് സൗമ്യത പഠിക്കാൻ പറ്റും. ഇനി അടുത്ത ഘട്ടത്തിൽ കുറച്ചുകൂടെ ഗൗരവമുള്ള ഘട്ടത്തിൽ സൗമ്യത എങ്ങനെ പാലിക്കും? അതായത് നമ്മുടെ മുമ്പിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തു. അപ്പോൾ ആ തെറ്റാണ്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് എറർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നലല്ല, അത് വസ്തുനിഷ്ഠമായിട്ട് തെറ്റാണ്. ആ നേരത്തും സൗമ്യതയോടെ നിൽക്കാൻ പറ്റണം. ഭയങ്കര പാടാണ്. ഇത് പറയുന്ന എനിക്കിതൊട്ടും നടക്കാറില്ല, എനിക്കിതറിയാം. കാരണം എൻ്റെ ഇടവക്കാരും എൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടല്ലോ, അവർക്കിതറിയാമല്ലോ. നമുക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ്. ഞാനും ഒക്കെ ഇത് പഠിക്കാനുണ്ട്. ഇതിനുവേണ്ടി ഞാനും ഇന്നത്തെ ആരാധനയെ പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവെ, കുറച്ചുകൂടെ സൗമ്യത തായോ, കുറച്ചുകൂടെ ശാന്തതയോടെ ഇടപെടാനുള്ള കൃപ തായോ. ഇത് കർത്താവിൻ്റെ ഗുണമാന്നേ. യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായം അവിടെ പാപിനിയായ സ്ത്രീയെ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ പറയുന്നുണ്ട്, കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി കൊണ്ടിടുകയാണ് അല്ലേ. 8 അധ്യായം വായിക്കണം, ഈ സൗമ്യതയുടെ പശ്ചാത്തലത്തിൽ വായിക്കണം. അവിടെ കല്ലെറിഞ്ഞ് എന്തുകൊണ്ടും അവൾ തെറ്റുകാരിയാണെന്ന് ഇറ്റ്സ് പ്രൂവൻ, തെറ്റുകാരിയാണ്. പക്ഷെ അത്തരം നേരത്തിലും കർത്താവ് സൗമ്യതയോടെ നിൽക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? സൗമ്യതയോടെ തെറ്റ് തിരുത്തി കൊടുക്കുകയാണ്. ആദ്യം അവളെ സംരക്ഷിച്ചു. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അപ്പോൾ കുറേ എല്ലാവരും അങ്ങ് പോയി. അതുകൊണ്ട് മാത്രമായില്ല, കർത്താവിന് അറിയാം ഇവളുടെ തെറ്റ് തിരുത്തി കൊടുക്കണം. അതെങ്ങനെ തിരുത്തി കൊടുക്കണം? സൗമ്യതയോടെ തിരുത്തി കൊടുക്കണം. അപ്പോൾ അവളെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. സൗമ്യതയോടെ. അതായത് നമ്മൾ ഈ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആരുടെ സ്വഭാവമാണെന്നറിയാമോ? ഇതെല്ലാം ഈശോയുടെ സ്വഭാവ ഗുണങ്ങളാണ്.
നമ്മൾ ചിന്തിച്ച് ഓരോന്നും എടുത്ത് നോക്കിക്കോ, ഓരോന്നും അതിൻ്റെ പൂർണ്ണതയിൽ ആരിൽ കാണാൻ പറ്റും? ഈശോയിൽ കാണാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ നമ്മൾ നിറയുമ്പോൾ നമ്മൾ ഈശോയുടെ സ്വഭാവത്തോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സൗമ്യത. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്ക്, എൻ്റെ ശാന്തത നീ പഠിക്ക്, എൻ്റെ സൗമ്യത നീ പഠിക്ക്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 11-ാം വാക്യം. യെശയ്യാ 40:11 നമുക്കൊക്കെ ഉപകാരപ്പെടും. യെശയ്യാ 40:11 ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. ഇതിനകത്ത് എവിടെയാച്ചോ സൗമ്യതയുള്ളത്? ആ സാവധാനത്തിൽ ഒരു സൗമ്യതയുണ്ട്. അവൻ ആട്ടിൻകുട്ടികളെ മാറോട് ചേർത്ത് പിടിച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. ജെന്റിൽനെസ് നമുക്കൊക്കെ ദൈവം ആരെയെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ഇടവക വികാരിയാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആരെയാ? ഒരു ഇടവക ജനത്തെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് വിശ്വാസ പരിശീലനത്തിന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന അപ്പ, നിനക്ക് നിൻ്റെ ഭാര്യ, നിൻ്റെ മക്കൾ നിന്നെ ഏൽപ്പിച്ചതാണ്. അമ്മേ, നിൻ്റെ മക്കളെ, നിൻ്റെ ഭർത്താവിനെ നിന്നെ ദൈവം ഏൽപ്പിച്ചതാണ്. നിനക്ക് ദൈവം ഏൽപ്പിച്ചവരെ ഈ ഇടയനടുത്ത, ഈശോ എന്ന ഇടയനടുത്ത ശാന്തതയോടെ നയിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അത് വലിയ ചോദ്യമാണ്. സൗമ്യത പാലിക്കണം. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ വരുന്നൊരു അപകടം ഉണ്ടല്ലോ. ഞാൻ അല്പം കർക്കശക്കാരനായിട്ട് മാറി. എനിക്കറിയാം, എനിക്ക് ഈ ടോക്ക് ഞാൻ ശരിക്കും എന്നോട് തന്നെ പറയുന്നതാണ്. എൻ്റെ ഈ ശൈലികളൊക്കെ കുറച്ച് ദേഷ്യമൊക്കെ കൂടി തുടങ്ങി. ഞാൻ അച്ഛനായ കാലത്ത് ഇത്രയും ദേഷ്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനായിട്ട് ആദ്യം ചാർജ് എടുത്ത പള്ളിയിൽ ഞാൻ ഓർക്കുന്നുണ്ട്, അത് കോട്ടയത്ത് ലൂർദ് ഫൊറോന പള്ളിയാണ്. അപ്പോൾ അന്ന് സൺഡേ സ്കൂൾ അധ്യാപകരോട് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, അതിപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത കാര്യം, അതായത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ കാർക്കശ്യം കാണിക്കുമ്പോൾ, ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ കാർക്കശ്യം കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ദൈവത്തോട് പോലും അകലം പാലിക്കാൻ തോന്നിപ്പോകും. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഈ സൺഡേ സ്കൂളുകളിലും നമ്മുടെ ഈ സംവിധാനങ്ങളിലും ഒക്കെ ഈ കാർക്കശ്യം ആരുടെ പേരും പറഞ്ഞ, ദൈവവിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ ഈ ബലം പിടുത്തം മുഴുവൻ. അപ്പം അത്രയും കാർക്കശ്യം നമ്മൾ കാണിക്കുമ്പോൾ ആത്യന്തികമായിട്ട് സംഭവിക്കുന്ന അറിയാമോ? ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ദൈവത്തോട് തന്നെ അങ്ങ് വെറുപ്പായി പോവുക. കാരണം എന്താ? അവർക്കൊരു സൗമ്യത കാണാൻ പറ്റുന്നില്ലെങ്കിലും ജെന്റിൽനെസ് ഇല്ല. എല്ലായിടത്തും കാർക്കശ്യം, ഓവർ ഡിസിപ്ലിൻ, സ്ട്രിക്ട്നെസ്. കുറച്ചുകൂടെ സൗമ്യതയോടെ, ശാന്തതയോടെ. വീട്ടിലാണെങ്കിലും നമ്മുടെ ഒരു കൊച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മുടെ ഒരു കൊച്ച് ഇടറിപ്പോകുന്നു, അവന് വലിയ ഭക്തിയും ദൈവവിശ്വാസമൊന്നും ഇല്ല, അവന് ദൈവവിചാരം ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നേ. കാരണം എന്താ? അങ്ങനെയൊക്കെ തോന്നുന്ന കാര്യം എന്താ? നേരത്തെ പ്രശ്നമാണ്, നമ്മൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായി നമ്മളെ അങ്ങ് ധരിക്കുന്നു. അങ്ങനെ ധരിച്ചാൽ പിന്നെ നമുക്ക് ഒച്ചപ്പാടുണ്ടാക്കാമല്ലോ. നീ ഒന്നും നശിച്ചു പോകൂടാ, നീ ഒന്നും ഗതി പിടിക്കത്തില്ല എന്നൊക്കെ പറയാം. ഇങ്ങനെ പറഞ്ഞിട്ട് ഏത് കുഞ്ഞാണ് ദൈവത്തെ അറിയാൻ പോകുന്നത്? അതൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇങ്ങനെ നമ്മൾ കലഹിച്ചിട്ട്, ഇങ്ങനെ ആക്രോശിച്ചിട്ട് ആരാണ് ദൈവത്തെ അറിയാൻ പോകുന്നത്? നിങ്ങളുടെ ദൈവവിചാരമില്ലാത്ത ഭർത്താവിനോട് നിങ്ങൾ പ്രാഗിയും പള്ളു പറഞ്ഞും പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ എങ്ങനെ പള്ളിയിൽ പോകാൻ തോന്നും? അതിനകത്തൊരു സൗമ്യതയില്ലല്ലോ. സൗമ്യമായിട്ട് ആ വാക്യമുണ്ടല്ലോ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിലെ വാക്യം, ആ ഇടയൻ ആടുകളെ സാവധാനം നയിക്കുന്നത് പോലെ നമുക്കും സൗമ്യതയോടെ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ചോ, ഇത് ആർക്ക് പറ്റും? പറ്റില്ല. ഓരോന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നില്ലേ, പറ്റില്ല, ഇത് നമുക്ക് പറ്റില്ല. നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് ഇതിനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമെന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, ഈശോയെ എനിക്ക് കുറച്ചുകൂടെ ശാന്തതയോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്ന പല നേരങ്ങളിലും ശാന്തത കൈവിട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തൊക്കെ ഞങ്ങൾ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. സൗമ്യതയോടെ കാര്യങ്ങൾ ചെയ്യാൻ, സൗമ്യതയോടെ സംസാരിക്കാൻ, ഒരു സൗമ്യ സാന്നിധ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ ഒക്കെ ആയിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്നത്തെ ദിവസം ഒരു ദിവസം ഇന്നത്തെ ഹോംവർക്ക്, ഈ 24 hours, ഇന്നത്തെ വിമല നക്ഷത്രം കൂടി നാളത്തെ വിമല നക്ഷത്രം കൂടുന്നവരുള്ള 24 hours ഉണ്ടല്ലോ, സൗമ്യത കയ്യിൽ നിന്ന് പോകരുത്.
സൗമ്യത, ശാന്തത കയ്യിൽ നിന്ന് പോകരുത്. അത് ശ്രദ്ധിച്ചു. സൗമ്യതയോടെ ഒരു ദിവസം ഇടപെടാൻ പറ്റുമോ നോക്കിക്കേ. ഒരു ദിവസം പോലും പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത്രമേൽ നമ്മൾ ഇതിനൊക്കെ അടിമകളായിരിക്കുകയാണ്. ഏതിന്? ഈ ഒച്ചപ്പാടിന്, ഈ കലഹത്തിന് അടിമയായിരിക്കുകയാണ്. സൗമ്യത ശീലിക്കണം. അതിന് ആത്യന്തികമായിട്ട് എളിമയുണ്ടാകണം. എന്ത്? ഞാൻ ഇത്രയേ ഉള്ളൂ, മറ്റാരേക്കാട്ടിലും ഞാൻ മെച്ചപ്പെട്ടയാളല്ല, അത്രയേ ഉള്ളൂ തിരിച്ചറിഞ്ഞ് സൗമ്യത. ഒരു ദിവസം സൗമ്യമായ ഒരു പുഞ്ചിരി, സൗമ്യതയുള്ളൊരു വാക്ക്. ഇന്നുണ്ടല്ലോ, ഇന്ന് അധിക പ്രലോഭനങ്ങൾ ഉണ്ടാകും കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഒരു കാര്യമില്ലാതെ ഇന്ന് ഗ്ലാസ് താഴെ വീണ് പൊട്ടും. ഇന്ന് ആ ചെറുക്കന് പ്ലേറ്റ് താഴെയിട്ട് പൊട്ടിക്കും. കാരണം എന്താ? പിശാചിനറിയാം നിങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്, സൗമ്യത കൈവിടില്ലെന്ന്. പ്ലേറ്റ് താഴെ വീണ് പൊട്ടുമ്പോൾ ആ പതിവ് ശൈലിയിൽ നമ്മൾ ഗർജിക്കാൻ ഇങ്ങനെ മുരൾച്ച ഉണ്ടാക്കും. പെട്ടെന്ന് അങ്ങ് ഓർത്തേക്കണം, സൗമ്യത, ശാന്തത. അപ്പം നമ്മളിന്ന് പറയണം, പോട്ടറ സാരമില്ല, ഇനി ശ്രദ്ധയോടെ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പ്ലേറ്റൊക്കെ എടുത്ത് ഈശോ പാപിനിയായ സ്ത്രീയോട് പറഞ്ഞതുപോലെ ഇനി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് സൗമ്യത കൈവിടാതെ ഇടപെടാൻ ശ്രമിക്കുക. നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി: സൗമ്യതയോടെ മറ്റുള്ളവരോട് ഇടപെടുക. ആരാധനേ ഉന്നതനേ, സ്തുതിക്ക് യോഗ്യനേ, ആരാധ്യനേ ഉന്നതനേ, സ്തുതിക്ക് യോഗ്യനേ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധനേ ഉന്നതനേ, സ്തുതിക്ക് യോഗ്യനേ, ആരാധ്യനേ ഉന്നതനേ, സ്തുതിക്ക് യോഗ്യനേ, സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. യേശുവേ നീ മാത്രമേ. യേശുവേ നീ മാത്രമേ. ഈശോയെ, ശാന്തശീലനെ, വിനീത ഹൃദയനെ, നിനക്കാരാധന. കർത്താവേ, ഈ പ്രതിഷ്ഠയുടെ നാളുകളിൽ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് നിന്റെ സ്വഭാവത്തിലേക്ക് മർത്യരായ ഞങ്ങളുടെ സാധാരണത്വം ചേർത്ത് വയ്ക്കുകയാണ് ഞങ്ങൾ. ഈശോയെ, നിന്റെ സ്വഭാവ സവിശേഷതകൾ ചെറുതായെങ്കിലും ഞങ്ങളിലൊന്ന് വെളിപ്പെട്ടിരുന്നെങ്കിലെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ തിരിച്ചറിയുന്നു അവയൊക്കെയും നിന്റെ സ്വഭാവ സവിശേഷതകളാണ് എന്ന്. ഈ ധ്യാനം ഞങ്ങളെ കുറച്ചുകൂടെ നിന്നോട് അനുരൂപപ്പെടുത്തട്ടെ. നിന്റെ സ്വഭാവ മഹിമകൾ ഞങ്ങളിൽ വെളിപ്പെടട്ടെ. കർത്താവേ, പ്രത്യേകമായി ഞങ്ങൾ ഇന്ന് ധ്യാനിച്ച സൗമ്യതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കൊണ്ട് പലപ്പോഴും കഴിയാതെ പോകുന്ന ഒന്നാണ് സൗമ്യമായി ഇടപെടുവാൻ. സൗമ്യതയോടെ, ശാന്തതയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ.
കർത്താവേ, നിന്റെ അജഗണത്തെ സാവധാനത്തിൽ മുന്നോട്ട് നയിക്കുന്ന നല്ല ഇടയാ, നിന്റെ ആ സൗമ്യതയും സാവധാനവും ഞങ്ങൾക്ക് പകർന്നു തരണമേ. ഈശോയെ, സൗമ്യത ശീലിക്കുവാൻ ഞങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് ഞങ്ങളുടെ അഹംബോധമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ തന്നെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായി ഞങ്ങളങ്ങ് വിചാരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരോട് സൗമ്യമായി ഇടപെടാൻ ഞങ്ങൾക്ക് കഴിയാതെ വരുന്നു. ഈശോ, പാപിനിയായ സ്ത്രീയെ സ്നേഹപൂർവം ചേർത്ത് പിടിച്ച് അവൾക്ക് വേണ്ടി സംരക്ഷണമൊരുക്കി ഒടുവിൽ അവൾക്ക് വേണ്ട തിരുത്തൽ സൗമ്യമായി നീ നൽകിയപ്പോൾ നീ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു, തെറ്റ് ചെയ്യുന്നവരോട് പോലും സൗമ്യമായി ഇടപെടാൻ പറ്റുമെന്ന്. കർത്താവേ, നിന്റെ സ്വഭാവത്തിലെ തിളങ്ങുന്ന ആ സവിശേഷത, സൗമ്യത ഞങ്ങൾക്ക് പകർന്ന് തരണമേ. നിന്റെ സ്വഭാവത്തോട് കുറച്ചുകൂടെ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. ദൈവജനമേ, ഈ നേരത്ത് നമ്മൾ ആത്മശോധന ചെയ്ത് പ്രാർത്ഥിക്കണം. കുറച്ചുകൂടെ സൗമ്യമായി ഇടപെട്ടിരുന്നെങ്കിൽ, ഒരുപക്ഷെ ജീവിത പങ്കാളിയോട്, മക്കളോട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് സൗമ്യമായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഇന്ന് അവരൊന്നും ഇത്രമേൽ എന്നിൽ നിന്നും ഈശോയിൽ നിന്നും അകലുമായിരുന്നില്ല. നമ്മുടെ ചില കാർക്കശ്യങ്ങൾ, നമ്മുടെ ചില പിടിവാശികൾ, നമ്മുടെ ധാർഷ്ട്യം ഒക്കെ പലരെയും ഈശോയിൽ നിന്ന് പോലും അകറ്റിയിട്ടുണ്ടെന്ന് എളിമയോടെ തിരിച്ചറിഞ്ഞ് സൗമ്യത എന്ന വലിയ ദാനത്തിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മളിൽ വെളിപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ ഒരു സൗമ്യ സാന്നിധ്യമായി നമ്മൾ മാറുന്ന ദിനത്തിനായി പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ സ്വഭാവത്തോട് ഞങ്ങളെ കുറച്ചുകൂടെ ചേർത്ത് നിർത്തണമേ എന്ന് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ യാചിക്കാം. നിന്റെ രൂപവും ഭാവവും എന്നിലായിടട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗമ്യത ജീവിത ശൈലിയാക്കി മാറ്റുവാൻ, സൗമ്യമായി സംസാരിക്കാനും ഇടപെടാനുമുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്
നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നിന്റെ രൂപവും ഭാവവും എന്നിലായിടട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലായിടട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശു, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന്
ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ.